ഭരണി നക്ഷത്രക്കാർക്ക് 2026 ലഭിക്കുന്ന ഫലങ്ങളും മറ്റ് ആത്മീയ കാര്യങ്ങളും താഴെ വിശദീകരിക്കുന്നു. ഭാഗ്യം എപ്പോൾ തെളിയും? 2026 ഫലം. 2026 മേടക്കൂറിൽ ഉൾപ്പെടുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴരശനി വ്യയശനി നടക്കുന്ന കാലമാണ്. അതിനാൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കാര്യതടസ്സങ്ങളോ അനാവശ്യ ചെലവുകളോ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഈ വർഷം പകുതിയോടെ ജൂൺ ജൂലൈ മാസങ്ങൾക്ക് ശേഷം വ്യാഴമാറ്റം സംഭവിക്കുന്നതോടെ വലിയ രീതിയിൽ ഭാഗ്യം തെളിയും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടപ്പിലാകാനും സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച പുരോഗതി നേടാനും ഈ സമയം സാധിക്കും. ബാധദോഷം ബാധിക്കുമോ? ഭരണി ഒരു ഉഗ്രനക്ഷത്രമാണ്. ഇതിന്റെ ദേവത യമധർമ്മരാജാവായതിനാൽ പൊതുവെ ഭരണി നക്ഷത്രക്കാർക്ക് അത്ര വേഗത്തിൽ ബാധദോഷങ്ങളോ ദുർമന്ത്രവാദങ്ങളോ ഏൽക്കുകയില്ല. വളരെ ശക്തമായ മനസാന്നിധ്യവും ഇച്ഛാശക്തിയും ഇവർക്കുണ്ടായിരിക്കും. എങ്കിലും ഗ്രഹനിലയിൽ ദശാപഹാരങ്ങൾ മോശമായ സമയത്ത് ചില നെഗറ്റീവ് ഊർജ്ജങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഈശ്വരഭജനത്തിലൂടെ ഇതിനെ പൂർണ്ണമായും മറികടക്കാം. ഇഷ്ടദൈവം. ഭരണി നക്ഷത്രക്കാരുടെ പ്രധാന ഇഷ്ടദൈവം ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണ്. നക്ഷത്രാധിപൻ ശുക്രനായതിനാൽ മഹാലക്ഷ്മിയെയും ഭജിക്കുന്നത് ഐശ്വര്യം നൽകും. മേടം രാശിയുടെ അധിപൻ ചൊവ്വയായതിനാൽ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ മാറാനും കർമ്മരംഗത്ത് വിജയിക്കാനും സഹായിക്കും. ദർശനം നടത്തേണ്ട അമ്പലങ്ങൾ: 1. ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങൾ: കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രം, ചോറ്റാനിക്കര അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള കാവുകളോ ഭദ്രകാളി ക്ഷേത്രങ്ങളോ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ സന്ദർശിക്കുക. 2. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ: ജന്മശനി നടക്കുന്നതിനാൽ അതിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും പഞ്ചാമൃതം, കുമാരസൂക്ത, പുഷ്പാഞ്ജലി എന്നിവ വഴിപാടായി നൽകുകയും ചെയ്യുക. 3. നവഗ്രഹ ക്ഷേത്രങ്ങൾ: വെള്ളിയാഴ്ചകളിൽ നവഗ്രഹങ്ങളിൽ ശുക്രന് പ്രാർത്ഥനകൾ അർപ്പിക്കുക. ജപിക്കേണ്ട മന്ത്രങ്ങൾ: 1. ഭരണി നക്ഷത്ര ഗായത്രി. രാവിലെ കുളിച്ച് ശുദ്ധിയായി ഈ മന്ത്രം 9 തവണയോ 108 തവണയോ ജപിക്കുന്നത് ഭാഗ്യവർദ്ധനവിന് കാരണമാകും. ഓം കൃഷ്ണവർണായ വിദ്മഹേ ദണ്ഡധാരായ ധീമഹി തന്നോ ഭരണി പ്രചോദയാത്. 2. ഭദ്രകാളി മന്ത്രം. ശത്രുദോഷവും ബാധകളും അകലാൻ സന്ധ്യാസമയത്ത് നിലവിളക്ക് കത്തിച്ചുവച്ച് ഈ മന്ത്രം ജപിക്കുക. ഓം ഹ്രീം ശ്രീം ക്ലീം ഭദ്രകാളിയെ നമഃ. 3. ശുക്രഗായത്രി. സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വെള്ളിയാഴ്ചകളിൽ ഈ മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ്. ഓം ഭൃഗുവംശജാതായ വിദ്മഹി ശ്വേതവാഹനായ ധീമഹി തന്നോ കവിഃ പ്രചോദയാത്. വിശ്വാസത്തോടെയുള്ള ദേവീ ഉപാസനയും സുബ്രഹ്മണ്യ ഭജനവും ഈ വർഷത്തെ എല്ലാവിധ ദോഷങ്ങളെയും അകറ്റി നിങ്ങൾക്ക് ഐശ്വര്യം നൽകും. ഏഴരശനി. ഇപ്പോൾ നിങ്ങൾക്ക് ശനിദശയുടെ ഏഴരശനി പ്രാരംഭഘട്ടമായതിനാൽ മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും കഠിനാധ്വാനം ചെയ്താൽ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. ബാധദോഷം. 1. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. ഭരണി നക്ഷത്രക്കാരുടെ പ്രധാന ആരാധനാകേന്ദ്രമാണിത്. 2. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. മാനസികമായ തടസ്സങ്ങൾ മാറാനും ഐശ്വര്യത്തിനും. 3. മലയാലപ്പുഴ ദേവീക്ഷേത്രം. കഠിനമായ ദോഷങ്ങൾ നീങ്ങാൻ. 4. പഴനി അല്ലെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം. ശനിദോഷ ശാന്തിക്കായി. ജപിക്കേണ്ട മന്ത്രം. അമ്മയുടെ അനുഗ്രഹവും ആത്മീയ അറിവുകളും എല്ലാവരിലേക്കും എത്തട്ടെ. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കുകൂടി ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ഭക്തിസാന്ദ്രമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാകുക.